വീട് വെക്കാൻ പോകുന്നവരാണോ? നിങ്ങളുടെ രണ്ടാമത്തെ നില പണിയാൻ നേരത്ത് അതിന് പണി കിട്ടാതിരിക്കാൻ ഈ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കൂ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബ്ലോക്ക് വർക്ക് ചെയ്യാൻ നേരത്ത് എവിടെയൊക്കെയാണോ ബ്ലോക്ക് വർക്ക് വരുന്നത് അവിടേക്ക് ഈ കാണുന്ന പോലത്തെ ഒരു ബീഡിങ് കോൺക്രീറ്റ് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാൻ നേരത്ത് കാരണം നമ്മുടെ ടെറസ് ഫ്ലോറിൽ നിന്ന് വെള്ളം അകത്തോട്ട് ലീക്കേജ് ഉണ്ടായി അകത്തോട്ട് വരാനുള്ള സാധ്യത ഈ ബീഡിങ് കോൺക്രീറ്റ് കൊടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് തടയാൻ പറ്റും. സോ ടെറസ് ഫ്ലോറിൽ നിന്നുള്ള വെള്ളം ഭിത്തിയിലൂടെ കയറി ഭിത്തി അടന്നു പോകാനുള്ള ടെൻഡൻസിയൊക്കെ അത് കാരണം നമുക്ക് തടയാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിന്റെ ബ്ലോക്ക് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് മേളിൽ കയറ്റി വെക്കാൻ നേരത്ത് അതൊരിക്കലും സ്ലാബിന്റെ സെന്ററിൽ കൊണ്ട് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എപ്പോഴും താഴത്തെ ഒരു ഭിത്തിയുടെ മേളിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടുള്ള വേറെ ബീമിന്റെ സപ്പോർട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും സപ്പോർട്ടുള്ള പോർഷനിൽ മാത്രം വേണ്ട അത്രയും ബ്ലോക്സ് മാത്രം നമ്മൾ കയറ്റി വെക്കുക. കാരണം നമ്മുടെ സ്ലാബ് വെറും 14 ദിവസം ആയി കാണത്തുള്ളൂ, അല്ലെങ്കിൽ 14-5 ദിവസം ആയി കാണത്തുള്ളൂ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട്. ഒരു 27 ദിവസം ആകുന്നത് വരെയും അതിന് ഫുൾ സ്ട്രെങ്ത് എത്തിയിട്ടില്ല. സോ ഫുൾ സ്ട്രെങ്ത് എത്തുന്നവരെ നമ്മൾ സെൻറ്ററിൽ കൊണ്ട് സ്ലാബിന്റെ സെൻട്രൽ ഏരിയയിൽ കൊണ്ട് ഇതുപോലെ ബ്ലോക്കുകൾ അടുക്കി വെച്ചിട്ട് നമുക്ക് ലോഡ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ ഇതുപോലെ സങ്കൻ സ്ലാബ് കൊടുക്കാനും ആ സങ്കൻ സ്ലാബിന് ചുറ്റും ബീഡിങ് കോൺക്രീറ്റ്, കാരണം ബാത്റൂമിലെ വെള്ളവും നമുക്ക് പുറത്തോട്ട് വരാതിരിക്കാൻ അവിടെയും ബീഡിങ് കോൺക്രീറ്റ് കൊടുക്കാനും നമ്മൾ മറക്കാതിരിക്കുക. ഫസ്റ്റ് ഫ്ലോറിലെ ബ്ലോക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കോളത്തിൻ്റെയൊക്കെ റീഇൻഫോഴ്സ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വർക്ക് അത് വളരെ ഈസി ആക്കാൻ ഉപകാരപ്പെടും. 14 ദിവസം കഴിഞ്ഞ് നമ്മൾ ഫോം വർക്ക് റിമൂവ് ചെയ്താലും ഇത്തരം സപ്പോർട്ടുകൾ 27 ദിവസം വരെ സ്ലാബുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനിങ് ചെയ്യാൻ നേരത്ത് മാക്സിമം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഭിത്തിയുടെ മേളിൽ തന്നെ മേളത്തെ ഭിത്തിയും വരാൻ മാക്സിമം ശ്രമിക്കുക. അത്തരം ഭിത്തികൾ വരാത്ത പൊസിഷനിൽ ബീം കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പണി കിട്ടാണ്ട് നിങ്ങളുടെ രണ്ടാം നില പണിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ഞങ്ങൾക്ക് DM ചെയ്യുക.